ഹലോ നമസ്കാരം, ഗീതാ ഫുഡ്കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ദോശ ഉണ്ടാക്കി. എന്ത് ദോശയെന്നറിയോ? പച്ചരി, പിന്നെ സാമ്പാർ പരിപ്പ്, പിന്നെ തക്കാളി, ഇത് മൂന്നും കൂടി അരച്ചിട്ട് ദോശ ഉണ്ടാക്കി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ, പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തക്കാളി ഉണ്ടല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പച്ചരിയും തുമരപ്പരിപ്പും കൂടി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചു. കാരണം ഒന്ന് അരഞ്ഞു കിട്ടണ്ടേ, അതിനു വേണ്ടി. പിന്നെ കുറച്ച് നേരം അത് വെച്ചു, ഒരു മണിക്കൂറോളം വെച്ച് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കണേക്ക് മുമ്പ് തക്കാളി അരച്ച് ചേർത്ത് അതിലെന്തൊക്കെ വേണോ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാണ് കേട്ടോ ചെയ്തത്. അടയായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ച് കട്ടിയിലാണ്. നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് എളുപ്പപ്പണി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കണത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് തുമരപ്പരിപ്പാണ് കേട്ടോ. അതൊരു 4 മണിക്കൂറോളം കുതിർത്തു, പിന്നെ അരയ്ക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ടാണ് കേട്ടോ അരയ്ക്കണത്, നൈസായിട്ട് അരയ്ക്കണില്ല. അടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയല്ലേ അരയ്ക്കാറ്. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മൂടി വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി തരിതരിപ്പായിട്ട്, അതായത് നൈസായിട്ട് അരയ്ക്കാതെ കുറച്ചൊന്ന് പീസൊക്കെ അതിനകത്ത് ഉണ്ടാവും, അതും കൂടി അരച്ചെടുത്തു. പിന്നെ ആ മിക്സിയുടെ ജാറിലുള്ള വെള്ളമാണ് കേട്ടോ, ഞാനത് വെള്ളം കുറവ് പോലെ തോന്നിയപ്പോൾ ഒഴിക്കണത്. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കായത്തിൻ്റെ പൊടി, കുറച്ച് നാളികേരം, പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി അരിഞ്ഞത്, പിന്നെ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ആ പരിപ്പിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അത് ഒഴിച്ചാലും മതിയാവും. അപ്പോൾ ഉള്ളി അരിഞ്ഞ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കല്ലിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അതല്ല, നല്ല നൈസായിട്ട് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ മുളക് പൊടിക്ക് പകരം അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സിന് പകരം വറ്റൽമുളക് അല്ലെങ്കിൽ പച്ചമുളക്, പിന്നെ ഈ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നൈസായിട്ട് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നല്ല തിന്നായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ പുളിപ്പിക്കണം എന്നുള്ള ഇതൊന്നും ഇല്ല, കാരണം തക്കാളി ഉണ്ടല്ലോ, അത്യാവശ്യം ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. പിന്നെ പരിപ്പൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചമ്മന്തി എന്ന് പറയാം, സാധാരണ ചമ്മന്തി കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേക്കണം. ഞാൻ അരച്ചിട്ടില്ല, എനിക്ക് കഴിഞ്ഞിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ അടയായിട്ട് ഉണ്ടാക്കിയെടുത്ത് 3-4 അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം 1 കപ്പ് മാവിനുള്ള ഇത് തീർന്ന് കിട്ടും. അതായത് നൈസായിട്ട് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി 2-3 കൂടുതൽ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ അട ദോശ ഇന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഒരു നേരം ഉഴുന്നില്ലെങ്കിൽ നമുക്ക് തുമരപ്പരിപ്പ് വെച്ച് ദോശ ഉണ്ടാക്കാം. തക്കാളി ഉണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം പുളിയുള്ളൊരു ദോശ തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.